ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും പല രാജ്യങ്ങളിലും നിരോധിച്ചവയാണ്. ഏതെല്ലാമാണെന്നറിയുമ്പോൾ ചിലപ്പോൾ ഞെട്ടിയേക്കാം. അതിലാദ്യത്തേത് വിക്സ്. നമ്മളിൽ ഒട്ടുമിക്ക പേരും തലവേദന വന്നാൽ ആദ്യം ഉപയോഗിക്കുന്നത് വിക്സ് ആണ്. എന്നാൽ ജപ്പാനിലാണെങ്കിൽ ഇത് നടക്കില്ല. കാരണം ജപ്പാനിൽ വിക്സിന്റെ എല്ലാ പ്രോഡക്റ്റും നിരോധിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണമായി അവർ പറയുന്നത് വിക്സിൽ കോഡൈൽ എന്ന ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ്. കുറച്ചു കാലം മുൻപ് ലോകം മുഴുവൻ പ്രചരിച്ച ഒന്നായിരുന്നു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അമേരിക്കയും വിക്സ് നിരോധിച്ചു എന്നത്. എന്നാൽ അവരൊന്നും ഇത് ബാൻ ചെയ്തിട്ടില്ല. ജപ്പാൻ എന്ന ഒരു രാജ്യം മാത്രമാണ് വിക്സ് നിരോധിച്ചിട്ടുള്ളത്. അടുത്തത് ചൂയിംഗം. ചെറുപ്പക്കാരായ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചൂയിംഗം. എന്നാൽ ഇത് സിംഗപ്പൂരിൽ നിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണമായി അവർ പറയുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, സിംഗപ്പൂർ മെട്രോയുടെ ഡോറുകളിൽ ആളുകൾ ചൂയിംഗം കഴിച്ചതിന് ശേഷം ഒട്ടിച്ചു വെക്കുന്നതിനാൽ മെട്രോയുടെ ഓട്ടോമാറ്റിക് ഡോറുകളുടെ സെൻസറുകൾ പ്രവർത്തിക്കാതെ അടയാതെ വരുന്നു. മെട്രോ അവിടെ തന്നെ കിടക്കുകയും സിസ്റ്റം എല്ലാം അവതാളത്തിലാവുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചതിനാലാണ് 1990 സിംഗപ്പൂരിൽ ചൂയിംഗം ബാൻ ചെയ്യാൻ കാരണം. രണ്ടാമത്തേതായി പറയുന്നത് ആളുകൾ ഇത് ചവച്ച് റോഡിൽ തുപ്പുന്നതിനാൽ മറ്റുള്ളവരുടെ കാലിൽ പറ്റുന്നതിനും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതിനും കാരണമാകുന്നുണ്ട് എന്നതാണ്. അടുത്തത് മിൽക്ക്. നമ്മൾ മലയാളികൾ എന്നും ഒരു നേരമെങ്കിലും ഉപയോഗിക്കുന്ന ഒന്നാണ് പാൽ. എന്നാൽ പാൽ അമേരിക്കൻ രാജ്യങ്ങളിലും ചില യൂറോപ്യൻ രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അവിടെ അവർ ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ചിട്ടുള്ള പാല് മാത്രമാണ്. അടുത്തത് ഹണി. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പല ബ്രാൻഡ് തേനുകളും പല രാജ്യങ്ങളിലും നിരോധിച്ചിട്ടുണ്ട്. അതിന് കാരണമായി പറയുന്നത് പല തേനുകളിലും ആന്റിബയോട്ടിക് കണ്ടന്റ് കൂടുതലായി അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. അടുത്തതായി ജെല്ലി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു മിഠായിയാണ് ജെല്ലി. എന്നാൽ കുറച്ചധികം രാജ്യങ്ങളിൽ ജെല്ലി നിരോധിച്ചിട്ടുണ്ട്. അതിനു കാരണം ഈ ജെല്ലി കഴിക്കുന്ന സമയത്ത് അത് തൊണ്ടയിൽ കുടുങ്ങാനും മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് എന്നതാണ്. കൂടുതലായും കുട്ടികൾ കഴിക്കുന്ന മിഠായി ആയതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഇത് ബാൻ ചെയ്തത്. അടുത്തത് ടൊമാറ്റോ സോസ്. എല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒന്നാണ് ടൊമാറ്റോ സോസ്. എന്നാൽ ഫ്രാൻസിൽ ഇത് ബാൻ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ലോക്കൽ ഭക്ഷണ പദാർത്ഥത്തെക്കാൾ ടൊമാറ്റോ സോസ് കൂടുതലായി ഉപയോഗിക്കുന്നു എന്നതാണ് ഇതവിടെ നിരോധിക്കാനുള്ള കാരണം. അടുത്തത് കിൻഡർ ജോയ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നാണ് കിൻഡർ ജോയ്. എന്നാൽ അമേരിക്ക അടക്കമുള്ള പല രാജ്യങ്ങളും ഇത് നിരോധിച്ചിട്ടുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന ചോക്ലേറ്റുകളിലല്ല പ്രശ്നം. ഇതിന്റെ കൂടെ കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടികൾ വായിലിടാനും വിഴുങ്ങാനും കാരണമാകുന്നു. അതുകൊണ്ടാണ് പല രാജ്യങ്ങളിലും കിൻഡർ ജോയ് നിരോധിച്ചിട്ടുള്ളത്. പല രാജ്യങ്ങളിലും നിരോധിച്ച ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ ആശങ്കയേറുന്നു.